ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹങ്ങൾ. ഇതിനോടകം 100-ലധികം കല്യാണങ്ങൾ നടന്നു. 358 കല്യാണങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുറച്ച് 4 മണിക്ക് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം വീണ്ടും ചേരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ. നമ്മൾ ആദ്യ ലൈവ് നൽകിയത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാന നടയിൽ വിവാഹങ്ങൾ നടക്കുന്നിടത്തു നിന്നാണ്. അവിടെ വലിയ തിരക്കില്ലാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുവഴിയുള്ള ദർശനത്തിനുള്ള ആളുകളെ വിടുന്ന വഴി അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന നടയിലാണ്, പ്രധാന കവാടത്തിലാണ്. ഈ വിവാഹം കഴിഞ്ഞ ആളുകൾ ഇവിടേക്കാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് കാണാം എത്രത്തോളം വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. അത് ഇവരിൽ ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വിവാഹം കഴിഞ്ഞ് ഈ പ്രധാന നടയിൽ നിന്ന് ഒരു ഫോട്ടോഷൂട്ടുമൊക്കെയായി നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ബ്രോ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇന്ന് വലിയ തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? തിരക്കായിരുന്നു, അത്രേ ഉള്ളൂ. അത് 350 ആളുകളുടെ കല്യാണം നടന്നൊരു ദിവസമാണ് നിങ്ങളുടെ കൂടെ. എന്റെ കല്യാണം 5 മണിക്കായിരുന്നു. ഹാപ്പിയാ. എന്താ കൊല്ലം. അങ്ങനെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നൊപ്പം സംസ്ഥാനത്തിന് പുറത്തു നിന്നൊക്കെ എത്തുന്ന ആളുകൾ ഇവിടെ ഇന്ന് വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കൂടിയാണ്. എന്തായാലും ഈ തിരക്കിനിടയിൽ ഇവരെല്ലാം ഫോട്ടോഷൂട്ടിലാണ്. ഒറ്റ സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടന്ന ദിവസമാണ്. 358 വിവാഹങ്ങളാണ്. എന്ത് തോന്നുന്നു ആ ഒരു ദിവസം കഴിക്കാൻ? കുഴപ്പമൊന്നുണ്ടായില്ല, വലിയ തിരക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ടോക്കൺ ഞങ്ങള് 153ാമത്തെ ടോക്കണായിട്ടാണ് കയറിയത്. ചുറ്റന്നൂര് കുന്നംകുളം. എക്സ്പീരിയൻസ് സന്തോഷം തോന്നി. അതാണ് എല്ലാവരും വലിയ സന്തോഷത്തിൽ കൂടിയാണ്. കാരണം ഈ ഗുരുവായൂർ നടയിൽ വെച്ച് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് പലരുടെയും ഒരു ജീവിതാഭിലാഷം കൂടിയാണ്, വലിയ ആഗ്രഹം കൂടിയാണ്. നേർച്ച വഴിപാടുകളൊക്കെ നടത്തി അല്ലെങ്കിൽ നേർച്ച നേർന്നൊക്കെ ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും ആ ഒരു വിവാഹത്തിന്റെ തിരക്ക്, കല്യാണത്തിന്റെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മരം എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംബൽ കൂടിയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് അത് ഒടിഞ്ഞു വീടിരുന്നു. എന്തായാലും അത് ഈ കല്യാണത്തിന് ശേഷമൊക്കെ ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് ഫോട്ടോ എടുക്കാൻ ആശ്രയിച്ചിരുന്നൊരു മരത്തണൽ കൂടിയാണ്. എന്തായാലും അത് ഈ വിവാഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ അതില്ല എന്നുള്ളത് കൂടിയാണ് മറ്റൊരു വിഷയം. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള വിവാഹ ടീമുകളാണ്. നിങ്ങൾ എവിടുന്ന വരുന്നത്? சேலம், தமிழ்நாடு, சேலம். കല്യാണം முடிஞ்சாச்சு. ஒரு ஸ்பெஷல், இது ஒரு டிஃப்ரெண்டான மேரேஜ். தமிழ்நாடு ஸ்டைலில் நம்ம எடுத்திருக்கிறோம். അതാണ് തമിഴ്നാട് സ്റ്റൈലിൽ ഗുരുവായൂരിലെത്തി കല്യാണം കഴിച്ച് മടങ്ങുന്ന ആളുകളുമുണ്ട്. ഇവർ സേലത്ത് നിന്നെത്തുന്ന ആളുകളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്തു നിന്നുള്ള നിരവധി കല്യാണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സന്തോഷകരമായി തന്നെ ഗുരുവായൂരിലെ കല്യാണ വിശേഷങ്ങൾ പോവുകയാണ്. SK.